ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് നിർത്തലാക്കിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തം. ഓച്ചിറയിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. KSKTU ഓച്ചിറ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരളമാകെ പ്രതിഷേധം. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്നത് നിർത്തലാക്കിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. KSKTU ഓച്ചിറ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓച്ചിറയിലായിരുന്നു പ്രതിഷേധം. KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PB സത്യദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ ഈ പെൻഷൻ എല്ലാം നാഷണലിസ്റ്റ് ബാങ്കുകളിൽ പോയി മേടിക്കണമെന്നാണ് UDF സർക്കാർ പറയുന്നത്. പാവപ്പെട്ട ജനവിഭാഗങ്ങളോട് UDF സർക്കാർ എടുക്കുന്ന നയ സമീപനമാണ് ഇപ്പോഴും നടക്കുന്നത്. 10 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സംസ്ഥാനം ഭരിച്ചു. ഒരു ദിവസം പോലും ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൃത്യമായി ഈ പാവപ്പെട്ടവരുടെ മനുഷ്യരുടെ കൈകളിൽ ഈ ക്ഷേമ പെൻഷൻ എത്തിക്കൊണ്ടിരുന്നു. ആ ക്ഷേമ പെൻഷൻ ഈ പാവപ്പെട്ട വീടുകളിൽ ചെന്ന് കുടുംബശ്രീ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ചെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് പെൻഷൻ എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കണമെന്ന് പിണറായി സർക്കാർ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു സർവേ നടത്തിയപ്പോൾ 99% പെൻഷൻ മേടിക്കുന്നവരും പറഞ്ഞ അഭിപ്രായം എന്താണ്? ഈ പെൻഷൻ ഞങ്ങളുടെ കൈകളിലെത്തണം, ഞങ്ങളുടെ വീടുകളിലെത്തണം. ആ പെൻഷൻ ആ ഗവൺമെന്റ് തീരുമാനിച്ചു. സഹകരണ ബാങ്കുകൾ വഴി ഈ പെൻഷൻ ഈ പാവപ്പെട്ട മനുഷ്യരുടെ വീടുകളിൽ കൊണ്ടെത്തിക്കാൻ തീരുമാനിച്ചു. ആ ക്ഷേമ പെൻഷനായിരുന്നു 600 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ പിണറായി സർക്കാർ വർദ്ധിപ്പിച്ച് 2000 രൂപയിലെത്തി. ആ 2000 രൂപ ഈ അവസാന മാസം പോലും മുടക്കം കൂടാതെ ഈ പിണറായി സർക്കാർ വിതരണം ചെയ്തു. ആ വിതരണം ചെയ്ത ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ അവർ കയറിപ്പിടിച്ചിരിക്കുന്നത്. എന്തിനാണ് കയറിപ്പിടിച്ചിരിക്കുന്നത്? ക്ഷേമ പെൻഷൻ കിട്ടിയില്ല എന്ന്, കൊടുത്തില്ല എന്ന് ആരും പെട്ടെന്ന് അറിയാൻ പാടില്ല. ബാങ്കുകളിൽ നിക്ഷേപിച്ചേക്കെന്ന് പറയുക. പാവപ്പെട്ട മനുഷ്യർ എങ്ങനെ ബാങ്കിൽ പോയി പൈസ മേടിക്കുന്നത്? എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവർ എങ്ങനെ ബാങ്കിൽ പോയി പൈസ മേടിക്കും? S. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബാങ്കുകൾ വഴിയാണ് പെൻഷൻ കിട്ടുന്നത്, ബാക്കി മാത്രമാണ് വീടുകളിൽ എത്തിക്കുന്നത്. അത് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെ പോയി എടുക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അവരുടെ ആഗ്രഹപ്രകാരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിൽ വീടുകളിലേക്ക് ഇത് കൊടുക്കുവാനായി ഉള്ള തീരുമാനമെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ PD സതീശന്റെ സർക്കാർ പറയുന്നത് എന്താണ്? കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കണമെങ്കിൽ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് പൈസ മാറണം എന്നുള്ള ഒരു കാര്യം. 2, സഹകരണ ബാങ്കുകളിൽ മിച്ചം വരുന്ന പൈസ തിരിച്ചടയ്ക്കാത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞുകൊണ്ട് ഇത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. നമ്മൾ കാണേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ തുച്ഛം പൈസ മാത്രമാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. അത് കിട്ടുന്നതിന് യാതൊരു തടസ്സമല്ല. 25 ലക്ഷത്തോളം ആളുകൾ ബാങ്കുകൾ വഴിയാണ്. ഇനി അഥവാ ഇത് ബാങ്കിലേക്ക് ആക്കിയാലുള്ള സ്ഥിതി എന്താണ്? നമുക്കറിയാം, ഇവിടെ ബാങ്കിൽ ബാലൻസ് ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആവശ്യത്തിന് തുക അക്കൗണ്ടിലില്ലെങ്കിൽ, മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ മിനിമം ബാലൻസ് പിടിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ പോലുള്ള ആളുകൾ അവരുടെ പെൻഷൻ അതിലേക്ക് വരുന്നത്. അത് അവരെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പദ്ധതി ഇല്ലാതാക്കാൻ ആളുകൾ ഈ പെൻഷൻ കൊടുക്കാതിരിക്കാനുള്ള വലിയ ഗവേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഏരിയ പ്രസിഡന്റ് K. സുഭാഷ്, ജില്ലാ കമ്മിറ്റി അംഗം P. ബിന്ദു, അറുമുഖൻ, ബാബു കൊപ്പാറ, കബീറൻ സെയിൻ, ദേവരാജൻ, H. ഷാജിലാൽ, വിജയ കമൽ, സിന്ധു മഹേഷ്, P. ശിവൻ, V. സജീവ്, S. മഹേഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.